മത്സ്യവ്യാപാരികൾക്ക് ക്ഷേമനിധിയും സബ്സിഡിയും വേണം. ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം. മത്സ്യം അമൂല്യമാണ്, മത്സ്യവ്യാപാരി എന്നതിൽ അഭിമാനം കൊള്ളുക എന്ന പ്രമേയമുയർത്തി ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ 4ാമത് തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു. അഴീക്കോട് ഫോർ സീസൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടന മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇവിടെ നേരത്തെ സംസാരിച്ച നേതാക്കന്മാരെല്ലാം സൂചിപ്പിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ്, പ്രധാനപ്പെട്ട ഒരു വ്യാപാര സമൂഹങ്ങൾ കൂടിയാണ് ഇതെല്ലാവരും. ഏകദേശത്തിൽ നിന്ന് മത്സ്യം എടുക്കുകയും അത് വിപണനം ചെയ്യുന്ന കേരളത്തിനകത്തോളം ഇങ്ങോട്ടുമുള്ള ആ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു സംഘടന എന്ന രീതിയിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പറ്റി തന്നെ ഏതാണ്ട് 8ഓളം വരുന്ന ആവശ്യങ്ങൾ ഇവിടെ ഒരു റിപ്പോർട്ടായി അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗങ്ങളോട് എനിക്ക് കൂടി നൽകുകയും ചെയ്യും. അത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും കാലത്തിൻ്റെതായ മുന്നോട്ട് പോക്കി സ്വാഭാവികമായും നടന്നു കിട്ടേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഇന്ന് കുറേ കൂടി വേഗതയാർന്ന രീതിയിൽ വ്യാപാര സമൂഹങ്ങളെ ഏർപ്പെട്ടിരിക്കുന്നത് പരമ്പരാഗത മത്സ്യവ്യാപാരം മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിസ്ഥിതിയിലൊക്കെ തീർച്ചയായും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മളിങ്ങനെ കേരളത്തിനകത്ത് പലപ്പോഴും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പച്ചക്കറികളെല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ വ്യാപാരത്തിൻ്റെ ഭാഗമായി നമുക്കിവിടെ നമ്മുടെ തീരത്തിൽ വശങ്ങൾ നിൽക്കുന്ന ഒന്ന് മത്സ്യമാണ്. നമ്മൾ പലപ്പോഴും അത് മുൻകാലങ്ങളിൽ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആലപ്പുഴയിൽ നടന്ന യുദ്ധ ക്യാമ്പിന് മുന്നോടിയായി ആലപ്പുഴയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ കയറ്റുമതി രംഗത്ത് ബിസിനസ് ചെയ്യുന്ന കുറച്ച് ആളുകളെ ബന്ധപ്പെടാൻ സംസാരിക്കാൻ വളരെ സാധിച്ചു. ഇപ്പോൾ ഫ്രഷ് ടു ഹോമിൻ്റെ ആളുകളോട് സംസാരിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി.എച്ച്. റഹീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കയ്പമംഗലം എം.എൽ.എ. കെ. വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ എന്താണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. മത്സ്യമേഖല നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ നാടിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ച നിങ്ങളുടെ ആവശ്യങ്ങളടങ്ങുന്ന നിങ്ങൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളൊക്കെ. തീർച്ചയായിട്ടും എല്ലാ സംഘടനകളും അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട അത് വ്യാപാരികളായാലും വ്യവസായികളായാലും ചെറുകിട കച്ചവടക്കാരാണെങ്കിലും വലിയ തോതിൽ കച്ചവടം നടത്തുന്നവരാണെങ്കിലും അവരുടെ കൂട്ടായ ഒരു സംഘടന. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത് മുഖ്യാതിഥിയായിരുന്നു. മരണപ്പെട്ട സംഘടനാംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള ഫിഷ് മർച്ചന്റ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ധനസഹായ വിതരണം സംസ്ഥാന പ്രസിഡന്റ് സി.എം. ഷാഫി നിർവഹിച്ചു. അംഗങ്ങൾക്കായുള്ള പുതുക്കിയ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണോദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി. അനിൽ നിർവഹിച്ചു. ജില്ലാ രക്ഷാധികാരി പി.എ. ഹസൻ, വാർഡ് മെമ്പർമാരായ കെ.എം. സാദത്ത്, ഇ.വി. വേണു, പ്രസീന റാഫി എന്നിവർ സംസാരിച്ചു. ബാബുരാജ് മൂന്നുമീടിക നന്ദിയും പറഞ്ഞു. മത്സ്യക്കച്ചവടക്കാർക്കായി പ്രത്യേക ക്ഷേമനിധി ഏർപ്പെടുത്തുക, മത്സ്യവ്യാപാരത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് മൂലധനമായി സബ്സിഡിയോടുകൂടിയ വായ്പകൾ അനുവദിക്കുക, രാജ്യത്തെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ സത്വര നടപടികൾ കൈക്കൊള്ളുക, മത്സ്യത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ആധുനിക സജ്ജീകരണങ്ങളുള്ള ലാബുകളും പരിശോധനാ ഉപകരണങ്ങളും സ്ഥാപിക്കുക, മത്സ്യം പെട്ടെന്ന് കേടുവരുന്ന നിത്യോപയോഗ സാധനമായതിനാൽ ഹർത്താലുകളിലും ബന്ധുകളിലും പത്രം, പാൽ എന്നിവയെപ്പോലെ മത്സ്യവാഹനങ്ങളെയും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങി പ്രധാന ആവശ്യങ്ങളും പ്രമേയങ്ങളും മത്സ്യവ്യാപാരികളുടെ ക്ഷേമം മുൻനിർത്തി സമ്മേളനം സർക്കാരിന് ആവശ്യപ്പെട്ടു.